എനിക്ക് സിനിമയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്മിത പാട്ടിൽ എന്ന് പറഞ്ഞ ആക്ടറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെന്താ പറയാ, എല്ലാരും ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇവരെന്തോ ചെയ്യുന്നതെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു. പിന്നെ എനിക്കിപ്പോ സിനിമയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടാണ് അങ്ങനത്തെ ആക്ടേഴ്സിനോടൊക്കെയാണ് എനിക്ക് ഭയങ്കര താല്പര്യം. അവരുടെ വർക്ക് കാണാം. ഇപ്പൊ ഉള്ള ആക്ടേഴ്സ് തിലോത്തമ, കനി, ഇവരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സും ആണ്. But they inspire me a lot. അവർ ഇങ്ങനെ ഒരു വേൾഡിൽ they are finding their own voice. അപ്പോൾ അവരൊക്കെ എൻ്റെ ഇൻസ്പിറേഷൻ. പ്രേമത്തിൽ എന്നെ സെലക്ട് ചെയ്ത് തന്നെയാണ്. അടിപൊളി കോളേജ്. ആക്ച്വലി ഞാൻ എനിക്ക് സീനിയർ ഫ്രണ്ട്സ് കുറവാണ്. ഞാൻ പഠിച്ചത് CMS കോളേജിലാണ്. ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ആവാം. ദർശനം പറയുമ്പോൾ എനിക്ക് കുറച്ച് കുശുമ്പ് തോന്നായിരുന്നു. ഇവിടുത്തെ വൈബൊക്കെ കണ്ടപ്പോൾ എനിക്ക് അമ്മ ഇത്ര വിമൻസ് കോളേജ് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കോളേജ് എക്സ്പീരിയൻസോ, ഞാൻ ഫസ്റ്റ് ഇയർ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിൽ ഒരു ഫ്രണ്ട് എന്നോട് പറയുന്നത് പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമയുടെ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്. നിവിൻ പോളി അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്, നീ എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്തോടി എന്ന് ചോദിക്കുന്നതും. എൻ്റെ വന്ന ഫോണില്ല, കാരണം എൻ്റെ കോളേജ് ഹോസ്റ്റലിൽ ഫോണൊക്കെ മാം പൂട്ടി വെക്കും കബോർഡിൽ. എല്ലാ ദിവസവും 5 മിനിറ്റ് മാത്രമേ തരുള്ളൂ. സോ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ അവളെ ക്യാൻഡിഡേറ്റ് എടുത്ത കുറച്ച് പിക്ചേഴ്സ് അവളെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എന്നെ പ്രേമത്തിന്റെ ഓഡീഷന് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് ഞാൻ സിനിമയിൽ കയറി. അതിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ മിഡ് വേ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റൻഡൻസ് ഇല്ല. എന്നോട് പ്രിൻസിപ്പൽ ചോദിച്ചു, അറ്റൻഡൻസ് ഇല്ല, എങ്ങനെ എക്സാം എഴുതാൻ ചോദിച്ചു. ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ അപ്പോഴേക്കും ഓൾറെഡി 3 ഫിലിംസ് കമ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ കോളേജിൽ അത് വലിയൊരു ടോക്കായി മാറി. എനിക്ക് അറ്റൻഡൻസ് ഇല്ലാതെ ഞാൻ എന്നെ എക്സാം എഴുതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. Then I had to come out of the college. Sure. 100%. അടുത്തതായിട്ട് ഞാൻ ചോദിക്കണം. Hello, my name is Lina. So you should speak Telugu now. Like it'll be nice. അടിപൊളിയായിട്ട് പഠിച്ചാലാണ്. Just say something nice dialogue. ഒരു സീനില് ഒരു 2 പേജ് എങ്ങാണ്ട് എന്തോ ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് ഞാൻ പഠിച്ചു പ്രാന്ത് പിടിച്ചു. അത്രയും പഠിച്ചു. ബട്ട് മറ്റേ പഠിക്കലൊക്കെ ഒഴിവാക്കി സിനിമയിൽ കയറാതെ വെച്ചിട്ട് എന്ത് പൊസിഷൻ പോലെ എന്ന് പഠിക്കേണ്ട അവസ്ഥയാണ് എൻ്റെ സീനിലെ. പരിചയമില്ലാത്ത സൗണ്ട് പരിചയമില്ലാത്ത ചില സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മത്തിൽ വെറുതെ യൂസ് ടു കം ടു മീ. ഐ റിമെമ്പർ I kept saying ഇടയ്ക്കിടയ്ക്ക് I used to keep saying few words. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന. That's my experience with this. പക്ഷെ it was really എന്താ പറയുക, think of all of these things but also so a lot. From my childhood I had many women in my life, so that is something which is always there in my heart. So this story is very beautiful actor and beautiful performance. which type of movie would you like to commit? I like entertainment. We do entertainment good, sir. Yes. Thank you.